ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 10 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം കോമ്പറ്റീഷനിലെ പ്രാധാന്യം എന്താണെന്ന്. ഓരോ പരീക്ഷയും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, നമ്മൾ അതിനുവേണ്ടി തന്നെ സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്നും ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ടൈം കൃത്യമായിട്ട് ചിലവഴിച്ചാൽ നമുക്ക് ഏതും എവിടെയും വിജയിക്കാൻ സാധിക്കും. ഇന്ന് സെപ്റ്റംബർ 10 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ലിറ്ററസി റേറ്റ് റോസ് ടു 80.9% ഇൻ 23-24. 2023-24 കാലയളവിൽ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 80.9% ആയി ഉയർന്നു. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആയി ബന്ധപ്പെട്ട വന്നിട്ടുള്ള റിപ്പോർട്ട് ആണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2011 74% ആയിരുന്ന ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 80.9% ആയി ഉയർന്നത് ഏത് വർഷത്തിലാണ്? 2023-24. 2011 ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് ആയിരുന്നു 74%. എന്നാൽ ഇപ്പോൾ 2023-24 ആയപ്പോഴേക്കും ലിറ്ററസി റേറ്റ് അത് 80.9% ഉയർന്നു. 80.9% ആയിട്ട് ഉയർന്നു. അതായത് നല്ലൊരു മാറ്റം ആണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കണക്കാണ്. 80.9% ആണ് 23-24 ലിറ്ററസി റേറ്റ് ഇന്ത്യയുടെ. ഏത് കാലഘട്ടത്തിലേക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിനായി ഇന്ത്യൻ സർക്കാർ ഉല്ലാസ് നവഭാരത് സാക്ഷരതാ കാര്യക്രമം സ്പോൺസർ ചെയ്യുന്നു? 2022 മുതൽ 2027 കാലയളവിൽ ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ്, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഉല്ലാസ് നവഭാരത് സാക്ഷരതാ കാര്യക്രമം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രവർത്തനം 2022-2027 കാലയളവിലേക്കുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഉല്ലാസ് നവഭാരത് സാക്ഷരതാ കാര്യക്രമം. ഇതിൻ്റെ എല്ലാം പ്രവർത്തനം മൂലമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആ ഒരു സാക്ഷരതാ നിരക്ക് 80.9% എത്തിയിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 8 കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അഭിപ്രായത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 100% സാക്ഷരത കൈവരിച്ചു? ത്രിപുര, മിസോറാം, ഗോവ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്. ത്രിപുര, മിസോറാം, ഗോവ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആണ് പൂർണ്ണമായിട്ടും 100% ലിറ്ററസിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ 8 യൂണിയൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് സെപ്റ്റംബർ 8 അതായത് ത്രിപുര, മിസോറാം, ഗോവ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്നിവയെല്ലാം 100% ലിറ്ററസി റേറ്റ് നേടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ് ആണ്. സെപ്റ്റംബർ 8 ഇന്റർനാഷണൽ ലിറ്ററസി ഡേ. 2023-24 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 7 വയസ്സും അതിൽ കൂടുതലുള്ള വ്യക്തികൾക്ക് 95.3%. അതായത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്കാണ് 95.3%. ഇത് 2023-24 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFSന്റെ ഒരു കണക്ക് പ്രകാരമാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക് 95.3%. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ ഇറ. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കൽ. സെപ്റ്റംബർ 8 എല്ലാ വർഷവും ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ. കേരളം 95.3% ലിറ്ററസി, അതുപോലെ തന്നെ ത്രിപുര, മിസോറാം, ഗോവ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്നിവയെല്ലാം 100% ലിറ്ററസി നേടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ജോയിന്റ് മിലിറ്ററി എക്സസൈസ് സാപ്പറ്റ് 2025. സംയുക്ത സൈനികാഭ്യാസം സാപ്പറ്റ് 2025. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് സാപ്പറ്റ് 2025? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 10 ആരംഭിക്കുന്ന ഇന്ത്യയും ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബഹുമുഖ സംയുക്ത സൈനിക അഭ്യാസമാണ് സാപ്പറ്റ്. റഷ്യയും ബെലാറസും. റഷ്യ, ബെലാറസ് അതിൻ്റെ ഒരു എക്സസൈസ് ആണ് സാപ്പഡ്. എന്നാൽ ഈ പ്രാവശ്യം ഈ ഒരു എക്സസൈസിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്.
ഇന്ത്യൻ ആർമി പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ് റഷ്യ ബെലാറസിന് കൂടെയുള്ള സാപ്പിഡ് എന്ന് പറയുന്ന എക്സസൈസ്. ഇതിനു മുമ്പ് ഈ എക്സസൈസ് നടന്നിട്ടുള്ളത് 2021 ഇന്ത്യൻ സൈന്യത്തിന്റെ ഏത് റെജിമെന്റാണ് സാപ്പ് 2025 പങ്കെടുക്കുന്നത്? കുമവൂൺ റെജിമെന്റ്. ഇന്ത്യൻ ആർമിയിലെ കുമവൂൺ റെജിമെന്റ് ആണ് സാപ്പ് 2025 എന്ന് പറയുന്ന ഇന്ത്യ റഷ്യ ബെലാറസിന്റെ ആ ഒരു എക്സസൈസിൽ പങ്കെടുക്കുന്നത്. കൂടാതെ തന്നെ എയർഫോഴ്സിൽ നിന്ന് 7 പേരും നേവിയിൽ നിന്ന് ഒരാൾ പങ്കെടുക്കുന്നുണ്ട്. ടോട്ടൽ 65 പേരാണ്. അതിൽ 57 ആർമി, 7 എയർഫോഴ്സ്, 1 നേവി. ഒരു ബഹുമുഖ സംയുക്ത സൈനികാഭ്യാസമായ സാപ്പ് 2025 സെപ്റ്റംബർ 10 മുതൽ 16 വരെ എവിടെ നടക്കും? മുലിനോ പരിശീലന ഗ്രൗണ്ട്, നിഷ്നി, റഷ്യ. സാപ്പ് 2025 പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമി റഷ്യയിലെത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 10 മുതൽ 16 വരെ നടക്കുന്ന സാപ്പ് 2025 എന്ന് പറയുന്ന എക്സസൈസ് ഇത് നടക്കുന്നത് റഷ്യയിലെ നിസ്നിയിലുള്ള മുലിനോ ട്രെയിനിങ് ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ സാപ്പിഡ് എന്ന് പറയുന്ന എക്സസൈസ് ഇത് ഇന്ത്യ റഷ്യ ബെലാറസിന്റെ ഒരു എക്സസൈസ് ആണ്. ഇതൊരു ആർമി എക്സസൈസ് ആണത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് CP രാധാകൃഷ്ണൻ നെക്സ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിലെ മെയിൻ ഹെഡിംഗ് ആണ് CP രാധാകൃഷ്ണൻ നെക്സ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എത്രാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് CP രാധാകൃഷ്ണൻ? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരായിരിക്കും? CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരുന്നു. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ ആണ് 15ാമത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. 2025 സെപ്റ്റംബർ 9 നടന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ എത്ര വോട്ടുകൾ ലഭിച്ചു? 452 വോട്ടുകൾ. 452 വോട്ട് ആണ് CP രാധാകൃഷ്ണൻ ലഭിച്ചിട്ടുള്ളത്. ആകെ 788 വോട്ട് ആണ് 543 ലോകസഭയിലും 245 രാജ്യസഭയിലും. എന്നാൽ പ്രാക്ടിക്കലി പറയുമ്പോൾ ഇപ്പോഴത്തെ സ്ട്രെങ്ത് ആണ് ലോകസഭയിൽ 542ഉം രാജ്യസഭയിൽ 239ഉം. ഇതിൽ 767 വോട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ 15 വോട്ട് ഇൻവാലിഡായി. ബാക്കി വന്നിട്ടുള്ള 752 വോട്ട്. ഇതിലാണ് 452 വോട്ട് CP രാധാകൃഷ്ണൻ ലഭിച്ചിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 9 നടന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിക്ക് ആകെ 767 വോട്ടുകളിൽ എത്ര വോട്ടുകൾ ലഭിച്ചു? 300 വോട്ടുകൾ. ഇപ്പം 767 വോട്ട്, ഇതിൽ 300 വോട്ട് ആണ് ഇന്ത്യ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ള B സുദർശൻ റെഡ്ഡിക്കും 452 വോട്ട് ആണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ ലഭിച്ചിട്ടുള്ളത്. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ ഏത് തീയതിയിലാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്? 2025 ജൂലൈ 21. അതായത് കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗ്ദീപ് ധങ്കർ രാജിവെച്ചിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള 15ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് CP രാധാകൃഷ്ണൻ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അഭിമന്യു മിശ്ര യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഹു ഡിഫീറ്റഡ് വേൾഡ് ചാമ്പ്യൻ. അഭിമന്യു മിശ്ര ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ. ആരാണ് ഇപ്പോഴത്തെ ലോക ചാമ്പ്യൻ? അഭിമന്യു മിശ്ര എത്രാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇന്ത്യയുടെ? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ക്ലാസിക്കൽ ചെസ് കളിയിൽ നിലവിലെ ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? GM അഭിമന്യു മിശ്ര, 16 വയസ്സ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഡെ ഗ്രാൻഡ് സ്വിസ് ഓപ്പൺ മത്സരത്തിലാണ് ക്ലാസിക്കൽ ചെസ്സിൽ 5ാമത്തെ റൗണ്ടിൽ ആണ് ഗ്രാൻഡ് മാസ്റ്റർ അഭിമന്യു മിശ്ര 16 വയസ്സുള്ള ഇദ്ദേഹം വേൾഡ് ചാമ്പ്യനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാൻഡ് മാസ്റ്റർ അഭിമന്യു മിശ്ര ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അല്ല. അഭിമന്യു മിശ്ര അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. 12ാമത്തെ വയസ്സിൽ ആണ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത്. 16ാമത്തെ വയസ്സിൽ ആണ് ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2025 ഫിഡെ ഗ്രാൻഡ് സ്വിസിൽ GM അഭിമന്യു മിശ്രയോട് പരാജയപ്പെട്ട ലോക ചാമ്പ്യന്റെ പേര് ഗുകേഷ് ദമ്മരാജു.
ഇപ്പോഴത്തെ ലോക ചാമ്പ്യൻ ആണ് ഗുകേഷ് ദമ്പരാജോ ആണ് അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള 16 വയസ്സുള്ള ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ GM അഭിമന്യു മിശ്രയോട് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇത് നടന്നിട്ടുള്ളത് ഫിഡെ ഗ്രാൻഡ് സ്വിസ്സിലാണ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് മൗറീഷ്യസ് പ്രൈം മിനിസ്റ്റർ ഡോക്ടർ നവിചന്ദ്ര റാംഗുലം അറൈവ്സ് ഇൻ മുംബൈ. മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവിചന്ദ്ര റാംഗുലം മുംബൈയിലെത്തി. മൗറീഷ്യസ് എന്ന രാജ്യമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്. മൗറീഷ്യസ് എന്ന രാജ്യം ഇന്ത്യയിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു രാജ്യമാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 9 8 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മുംബൈയിലെത്തിയ മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ പേര് ഡോക്ടർ നവീൻ ചന്ദ്ര റാംഗുലം. ഇന്നലെ സെപ്റ്റംബർ 8 അദ്ദേഹം ഇന്ത്യയിലെത്തിയിട്ടുള്ളത്. മൗറീഷ്യസ് ഇന്ത്യയിൽ നല്ലൊരു ഇൻവെസ്റ്റേഴ്സ് ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന കൺട്രീസിലെ ഒരു രാജ്യമാണ് മൗറീഷ്യസ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ്. മൗറീഷ്യസിന്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ലൂയിസ്. മൗറീഷ്യസ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പോർട്ട് ലൂയിസ്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണ് നവീൻ ചന്ദ്ര റാംഗുല. കറൻസി മൗറീഷ്യൻസ് റുപ്പി. ഏതാണ്ട് 12.6 ലക്ഷം ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. 2024 കണക്കനുസരിച്ച് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് ആഫ്രിക്കാസ് ബിഗ്ഗസ്റ്റ് ഡാം ഇനോഗ്രേറ്റഡ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു. ഏത് രാജ്യത്താണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഡാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ആരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 9 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി ഉദ്ഘാടനം ചെയ്ത രാജ്യം എത്യോപ്യ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഡാം ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എത്യോപ്യ എന്ന രാജ്യമാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഡാം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ 9, അതായത് ചൊവ്വാഴ്ച. ഏത് നദിയിലാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായ ഗ്രാൻഡ് എത്യോപ്യൻ നവോത്ഥാന അണക്കെട്ട്, ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം ഗ്രെഡ് എത്യോപ്യ നിർമ്മിച്ചത്? നൈൽ നദിയുടെ കുറുകെയാണ് ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എത്യോപ്യ 2011 ആരംഭിച്ച ഒരു കൺസ്ട്രക്ഷൻ ആണ് ഈ നദിക്ക് കുറുകെയായിട്ട് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ യൂറോപ്യൻ കൺട്രീസ് എന്നാൽ ഇതിനെ എതിർത്തിരിക്കുകയാണ്. കാരണം നൈൽ നദിയിലുള്ള ആ ഒരു വാട്ടർ ഫ്ലോ അല്പം കുറഞ്ഞിരിക്കുകയാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിക്കും എന്നുള്ള ഒന്നാണ് ആരോപണം. ഗൂബയിൽ ഗ്രാൻഡ് എത്യോപ്യൻ നവോത്ഥാന അണക്കെട്ടിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത എത്യോപ്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് അബി അഹമ്മദ് ആണ് എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ. എത്യോപ്യ എന്ന രാജ്യം ഇത് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ്. ഇവിടുത്തെ ക്യാപിറ്റൽ ആണ് അഡിസ് അബാബ. ഈ രാജ്യത്തിന്റെ കറൻസിയാണ് എത്യോപ്യൻ ബിർ. ഗ്രാൻഡ് എത്യോപ്യൻ നവോത്ഥാന അണക്കെട്ടിൽ നിന്ന് എത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? 5150 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി. ദ ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ഈ അണക്കെട്ടിലെ 5150 മെഗാവാട്ട് ഇലക്ട്രിസിറ്റിയാണ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. അതായത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എത്യോപ്യൻ രാജ്യത്താണ്. നൈൽ നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 20ഓളം കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് ആണ് ഇന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.